മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യമാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ ഹബീബുന റസൂലുള്ളാഹി. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം ഹദിയയായിരുന്നു. ഹദിയ ആർക്കും കൊടുക്കാം, ആർക്കും വാങ്ങാം. ഏത് മനുഷ്യനും ഹദിയ കൊടുക്കാൻ പറ്റും, ഏതാൾക്കും ഹദിയ വാങ്ങാൻ പറ്റും. ഏറ്റവും ബർക്കത്തുള്ള വരുമാനമാണ് ഹദിയ. ഒരു വേള ശമ്പളത്തേക്കാൾ ബർക്കത്തുണ്ടായിരിക്കും ഹദിയക്ക്. ശമ്പളത്തിൽ ബർക്കത്തുണ്ടാണെങ്കിൽ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഹദിയക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനമായിരുന്നു ഹദിയ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സക്കാത്ത് കിട്ടിയിട്ടൊന്നും ഒരാൾ മുതലാളിയാകുക എന്നുള്ളത് ഉണ്ടാവില്ല. സ്വതക്ക കിട്ടിയിട്ടും ഒരാൾ മുതലാളിയാകുക എന്നത് ഉണ്ടാവില്ല. അപ്പൊ അതൊട്ട് നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് അങ്ങാടിയില് മാർക്കറ്റില് ചന്തയില് കച്ചവടം കിട്ടുന്ന സ്ഥലം ഏതാന്ന് പറഞ്ഞെന്നാ മതി. അപ്പൊ അങ്ങാടിയില് കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചെന്നാ. എല്ലായിടത്തും കച്ചവടം കിട്ടൂല എന്നാണ്. കച്ചവടം കിട്ടുന്ന സ്ഥലം, ചില സ്ഥലം ഉണ്ട്, അവിടെ ഇരുന്നാലേ കിട്ടുള്ളൂ. ഒരാൾക്ക് കച്ചവടം കിട്ടിയോടത്ത് എല്ലാവർക്കും കിട്ടും, ഒരാൾക്ക് കിട്ടാത്തോടത്ത് ആർക്കും കിട്ടൂല. മാർക്കറ്റിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് പോയി കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. എന്തോ കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസക്ക് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ഒരു ടവല് വിരിച്ചുകാണ്ട് അതിൽ വെച്ചുകാണ്ട് അവിടെ ഇരുന്നു. വിരിക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു, അത് കിട്ടി. അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ സാധനം വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി. അങ്ങനെ വലിയ കച്ചവടക്കാരനായി. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കെന്നെ എന്നെ പേടിയാൽ തുടങ്ങി. വെറുതെ കല്ല് പൊന്തിച്ചു നോക്കിയാല് അതിൻ്റെ താഴെ എന്തേലും ഉണ്ടാവോ എന്ന് എനിക്ക് തോന്നുക. വെറുതെ ഇങ്ങനെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ സ്വർണ്ണോ വെള്ളിയോ, അവിടെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ അതിൻ്റെ ചോട്ടിൽ സ്വർണ്ണോ വെള്ളിയോ എന്തേലും ഉണ്ടാവോ എന്നെനിക്ക് തോന്നുന്നു. അതിനകത്ത് തൊട്ടതൊക്കെ ലാഭമാകുക എന്ന് ചില ആൾക്കാർക്ക് അങ്ങനെ. എന്താ അബ്ദുറഹ്മാൻ ഔഫ് ഉണ്ടായത്? ഓസി വേണ്ടാന്ന് വെച്ചു. ഓസിക്കുള്ളത് വേണ്ടാന്ന് വെച്ചു. അതിലാണ് കിട്ടി മൂപ്പർക്ക് ഇഷ്ടം പോലെ. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട 9 പേര് ജീവിച്ചിരുന്നു. അന്തിസ് നിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തറിന നബിയൽ മുഖ്തഫ ആയിഷത്തും വ ഹഫ്സത്തും വ സൗദാ സഫിയത്തും മൈമുനത്തും വ റംല റളിയല്ലാഹു അൻഹുല്ല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. 9 ആളും പെരേത്ത ഫുൾ ചെലവ് നടത്തിയിരുന്നത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. കയ്യും വീശിങ്ങാണ്ട് മക്കത്തുനിന്ന് മദീനത്തേക്കാണ് പോകുന്നതാണ്, നയാ പൈസ ഇല്ലാതെ. എന്തേ? കച്ചവടം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോ തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരണപ്പെട്ടാല് എന്റെ ഏതെങ്കിലും ഒരു തോട്ടം നീ വിൽപ്പന നടത്തണം. ബദറിൽ പങ്കെടുത്തവരിൽ നിന്ന് ഹയാത്തുള്ളവർക്ക് മുഴുവനും അത് വിതരണം ചെയ്യണം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് മഹാനവറുകളുടെ ഒരു തോട്ടം വിറ്റ് കിട്ടിയ പൈസ ബദരീങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ട് ബാക്കിയായിരുന്നു. അങ്ങനത്തെ ധാരാളം തോട്ടത്തിന്റെ ഉടമയായി സയ്യിദുനാ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറി. വരുമാനത്തിൽ ബറക്കത്ത് ഇല്ലാതെയാകുന്ന വിഷയങ്ങളെ നമ്മൾ ഓർക്കണം. വരുമാനത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറെ എണ്ണുണ്ട്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് ബറക്കത്തുണ്ടാവൂല. വഖഫ് മുതല് അന്യാധീനപ്പെടുത്തിയതിൽ ബറക്കത്തുണ്ടാവൂല. യത്തീമിന്റെ മുതൽ പിടിച്ചു വെച്ചതിൽ ബറക്കത്തുണ്ടാവൂല.
ഭാര്യന്റെ പണ്ടം സമ്മതമില്ലാതെ എടുത്താല് ബറക്കത്തുണ്ടാവൂല. പലിശയുമായി ഇടപഴകുന്ന ഇടപാടുകൾക്ക് ബറക്കത്തുണ്ടാവൂല. ഇതൊക്കെ ബറക്കത്ത് കുറഞ്ഞ മുതലാ. ഒന്ന് വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത്. 2 യത്തീമിന്റെ മുതൽ പിടിച്ചടക്കിയത്. 3 അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ളത്. അത് ഞാനല്ല, ഓൻ്റെ വാപ്പാൻ്റെ വാപ്പ അനന്തരം കൊടുക്കാത്താണെങ്കിലും ശരി ബർക്കത്തുണ്ടാവില്ല. ഉള്ളത് മക്കളിൽ മുതൽ ബർക്കത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? എല്ലതും അങ്ങനെയെന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്, പല കാരണങ്ങളുണ്ടായിരിക്കും. മുതലിൽ ബറക്കത്തില്ലാതെയായാൽ മക്കളിൽ ഒന്ന് ബുദ്ധിവൈകല്യമുള്ളത്, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളത്, അല്ലെങ്കിൽ ചിന്താപരമായ വൈകല്യമുള്ളത്. 3-1 പ്രതീക്ഷിക്കാം. വരുമാനം സമ്പത്ത് ബറക്കത്തില്ലാതെയായി മാറിയാൽ 3-1 പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രധാനമായും സൂക്ഷിക്കേണ്ടത്. ഭക്ഷണകാര്യം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സ്വാലിഹായ ഒരു മനുഷ്യന്റെ ആമാശയത്തിലേക്ക് മ്ലേച്ഛമായ വസ്തു എത്തിച്ചേരാൻ നീ കാരണമായാൽ നിന്റെ കുടുംബത്തിലേക്ക് മ്ലേച്ഛമായ ഒന്ന് അള്ളാഹു കൊണ്ടുവരും. അർക്കാത്ത കോയിനെ കൊടുത്താല്, ഉള്ളി കഴുകിയിട്ടില്ലാത്ത ബിരിയാണി വെച്ചാല്, അജ്നമോട്ടന്റെ അളവ് കൂട്ടിയിട്ടാല്, സ്വാലിഹായ ഒരു മനുഷ്യന്റെ ആമാശയത്തിലേക്ക് ബിരിയാണി ഒപ്പേര് ആരും ബിരിയാണി ഒന്നുമില്ല. ആരും തന്നെ എല്ലാവരും ഒന്നല്ല, ബിരിയാണി ഒപ്പേരൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്നാളൊരു ബിരിയാണി ഒപ്പേരനോട് ചോദിച്ചു, എന്താ ഈ ബിരിയാണി ഒപ്പേരൊന്നും ബിരിയാണി തിന്നാത്തതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് ഈ ചൂരും മണക്കൂടിയും കേട്ടാൽ പിന്നെ അവസാനമാകുമ്പോൾ തിന്നാൻ തോന്നൂല പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉള്ളി കഴുകാത്തോണ്ടാണെങ്കിൽ പ്രശ്നമാണ്. വേറെ ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിപ്പോൾ എന്നും ഈ ഇറച്ചി മീൻ തന്നെ ആയിട്ടാണ് മടുത്തതാണ്, അതുകൊണ്ടാണ് ഈ കഞ്ഞിവെള്ളം കുടിച്ചത് കാരണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല, മടുത്തിക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ചോളി, കുഴപ്പമൊന്നുമില്ല. കോയിനറുത്തിട്ടില്ലെങ്കിൽ സംഗതി പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ അജ്നമോട്ടൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഞമ്മക്ക് തിന്നാൻ പറ്റാത്തൊരു സാധനം വേറെ ആൾക്ക് തിന്നാൻ കൊടുക്കാനും പാടില്ല. ഞമ്മക്ക് ഞാനിങ്ങനെ ഒരിക്കലേ ഇങ്ങനെ ഈ കണ്ണൂർ ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്, ബസ്സിന് വരികയാണ്. അന്ന് ബസ്സിന് യാത്ര ചെയ്യണ കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെ ബസ്സിന് വരുമ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കായിട്ടാണോ കഴിച്ചത് വിശന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു കടയിൽ, ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ ആംപ്ലേറ്റും ബ്രെഡും ആണുള്ളത് കാരണം. എന്നായിക്കോട്ടെ ആയിരുന്നു. അങ്ങനെ അത് ഓർഡർ ചെയ്ത് കഴിച്ചപ്പോൾ ഇങ്ങനെ മേശപ്പുറത്ത് കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിലത്തെ വെള്ളം അന്ന് വലിയൊരു അത്ഭുതമുള്ള സംഗതിയാണ്. അപ്പോൾ പിന്നെ ഒക്കെ കുപ്പിയുള്ള ആളും കുപ്പിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അത് വലിയൊരു അത്ഭുതമല്ല, അന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഈ കുപ്പിയിൽ ഇങ്ങനെ എല്ലാ മേശപ്പുറത്തും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിലത്തെ വെള്ളം എടുത്തുങ്ങാണ്ട് കുടിച്ചു. കുടി കഴിഞ്ഞിട്ട് ഞാൻ കൈയൊക്കെ കഴുകി പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ ക്യാഷിലിരിക്കണ മുതലാളി പിന്നെ ഇങ്ങനെ മറ്റേ പണിക്കാരനോട് ചോദിച്ചു, ഇവിടെ ഇരുന്നീന്ന് ആ കുപ്പി എവിടെ ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞു, അത് ഞാൻ എടുത്ത് കുടിച്ചു പറഞ്ഞു. അത് നിങ്ങളെടുത്ത് കുടിക്കേ? അത് ഞാൻ എനിക്ക് കുടിച്ചാൻ വേണ്ടി പെരേന്ന് കൊടുന്നതാണല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണം ഞമ്മക്ക് തിന്നാൻ പറ്റുന്നത് വേറാക്ക് കൊടുത്താൽ, പറ്റാത്തത് വേറാക്ക് കൊടുത്താൽ, മക്കളിൽ ബുദ്ധിവൈകല്യം, അംഗവൈകല്യം, ചിന്താപരമായ വൈകല്യം. എന്താ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാൽ, വാപ്പ മരിച്ചാൽ ഓതാൻ പാടില്ലാന്ന് വാശിയാണ് പിടിക്കും. ഓൻ ഓതുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇവിടെ ഓതിയ ഇവിടുന്ന് മയ്യത്തൻ എടുക്കും എന്നൊക്കെ പറയും. എന്താ സംഗതി അറിയങ്ങൾ? സംഗതി തന്നെയാണ് ഈ തിന്നാൻ കൊടുത്തിട്ടുള്ള പ്രശ്നമാണത്.